പ്രശാന്ത സുന്ദരമായ ഈ പ്രഭാതത്തില് ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ദേശവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹവും വന്ദനവും പ്രാരംഭമായി ഓർപ്പിക്കുകയാണ്. വരുന്ന ഏതാനും മിനിറ്റുകൾ കാലിക പ്രസക്തമായ ചില കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് സമൂഹത്തിന് സംഭവിക്കുന്ന മൂല്യച്യുതികളെ പറ്റി ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള പരിഹാരവും അതിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്ന സമാധാനത്തെയും പറ്റിയുള്ള ഒരു മാർഗരേഖ ചൂണ്ടിക്കാണിച്ച് ഈ പ്രഭാഷണം വരുന്ന 10 നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഹർഷം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ വന്ദനം അറിയിച്ചുകൊണ്ട് അല്പനിമിഷം നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ തരണമേ എന്ന് ഓർപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിലെ പലവിധമായ ജോലി തിരക്കുകളിലും പലവിധമായ ഭാരങ്ങളിലും ഉത്കണ്ഠകളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ദേശത്തിനെ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. ജീവിത ഭാരങ്ങളില്ലാത്ത മനുഷ്യരില്ല, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല, സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല, കഷ്ടതകളില്ലാത്ത മനുഷ്യരില്ല. വിവിധ തലങ്ങളിൽ മനുഷ്യൻ നാനോന്മുഖമായ നിലകളിൽ ഭാരപ്പെട്ടാണ് ജീവിതയാത്ര മുൻപോട്ട് തള്ളി നീക്കുന്നത്. അതിനിടെ ആശ്വാസത്തിനു വേണ്ടി ഹൃദയത്തെ തൊട്ട് ശാന്തി പകരുന്ന ഒരു സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശ ശുദ്ധി. ഇതിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് അരിഷ്ടിതാവസ്ഥ, അസമാധാനം എന്നുള്ളതാണ്. തീവ്രവാദം പെരുകി നിൽക്കുന്ന ഒരു കാലഘട്ടം, ലഹരികൾ കൊണ്ട് കുത്തഴിഞ്ഞൊരു തലമുറയുടെ ഭയാനകരമായ മുൻപോട്ടുള്ള പോക്കുകൾ, അതൊക്കെ കണ്ട് പതറി നിൽക്കുന്ന ജനസമൂഹത്തിന്റെ നടുവിലേക്ക് എങ്ങനെ ഇതിൽ നിന്ന് ആശ്വാസമരുളാം എന്നുള്ള സന്ദേശമാണ് ഇന്നിവിടെ ഞങ്ങൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. ഏത് കുടുംബത്തിലെടുത്താലും അസമാധാനത്തിന് കാരണമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ തലമുറയായിരിക്കും, അല്ലെങ്കിൽ പങ്കാളിയെ പറ്റിയുള്ള ഉത്കണ്ഠയായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധമായി തകർന്നുടഞ്ഞതിന്റെ നൊമ്പരങ്ങളായിരിക്കും, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഛിദ്രതയായിരിക്കാം. വിവിധ തലങ്ങളിൽ മനുഷ്യൻ വേദനിച്ച് കഴിഞ്ഞു പോകുകയാണ്. ഈ വേദനയിൽ നിന്ന് മനുഷ്യനൊരു വിമോചനമില്ലേ? ഉണ്ട്. ഈ കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്ന് കണ്ണുനീർ കോരുവാൻ ഒരു അവസരമില്ലേ? നിശ്ചയമായുമുണ്ട്. ഈ ഭാരങ്ങൾ എത്ര കാലം ഞാൻ ചുമക്കും? ഈ കഷ്ടതയിൽ ഞാൻ എത്ര കാലം കടന്നു പോകണം എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയും നിശ്ചയമായും ഒരു പരിഹാരമുണ്ട് എന്നുള്ളത് ഉയർത്തിക്കാട്ടുവാനാണ് ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളുമായി കൈമാറുന്നത്. ഈ ദേശത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്നതിന് പിന്നിൽ ഞങ്ങളെ പ്രേരകമാക്കിയ ഒരേ ഒരു ഘടകം, തകർന്നുടഞ്ഞു പോയ ഞങ്ങളുടെ ജീവിതം, പരാജയപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവിതം, കണ്ണുനീരും കയ്യുമായിരുന്ന ഞങ്ങളുടെ ജീവിതം, ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞിരുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യം പകർന്നു തന്ന ഊടും പാവും നെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിനെ മനോഹരമായ ഒരു പന്താവിലേക്ക്, ഒരു ദിശാബോധത്തിലേക്ക് യാത്രയാക്കിയ മനോഹരമായ ഒരു സന്ദേശമാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് മാറ്റൊലികൊള്ളുന്നത്. അത് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, ഉറ്റവരായിരിക്കുന്നവർ, ഞങ്ങളുടെ രക്തത്തിൽ രക്തമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളോട് ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ സതുദേശത്തിന്റെ പിന്നിൽ നിന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, ലോകം മനുഷ്യനെ വിവിധ തട്ടുകളിലായി തിരിച്ചിരിക്കുക. അതുകൊണ്ട് മനുഷ്യൻ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും മതഭേദങ്ങളുടെയും പേരിലാണ് കാര്യങ്ങളെ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ കഴിയാം. മതങ്ങൾക്ക് മനുഷ്യനെ വിടുവിപ്പാൻ കഴിയത്തില്ല, ആശയങ്ങൾക്ക് മനുഷ്യനെ വിടുവിപ്പാൻ കഴിയത്തില്ല, സംഘടനകൾക്ക് മനുഷ്യനെ വിടുവിപ്പാൻ കഴിയില്ല, രാഷ്ട്രീയമായ പക്ഷങ്ങൾക്ക് മനുഷ്യനെ വിടുവിക്കാൻ കഴിയില്ല. ഉദ്ധാരണത്തിനെന്ന് പറഞ്ഞു വന്നിരുന്ന ഓരോ സാമൂഹിക മതപരിവർത്താക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയ മതപരിവർത്താക്കളും വ്യക്തിപരമായ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരായിരിക്കും. അവർക്കാർക്കും നിങ്ങൾ പച്ചപിടിക്കണമെന്നോ സ്വസ്ഥമായി വസിക്കണമെന്നോ നിങ്ങളുടെ ജീവിതഗതി മേലോഗതിയാകണമെന്നോ ആർക്കും താല്പര്യമില്ല. പ്രിയമുള്ളവരെ, എന്നാൽ നിങ്ങളെ പറ്റി ഉത്കണ്ഠപ്പെടുന്ന, നിങ്ങളെ പറ്റി സതാല്പര്യം കാത്തിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നമനം കാണുവാൻ, അനുഗ്രഹം കാണുവാൻ, നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുവാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട് എന്ന് പറയുവാൻ കൂടിയാണ് ഈ സന്ദേശം ഇന്ന് ഇവിടെ കൈമാറുന്നത്. പ്രിയമുള്ളവരെ, അതെ, വളരെ വേഗത്തിൽ കടന്നുപോയ സാഹചര്യങ്ങളെ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് കടന്നു വരാം. ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് തീവ്രവാദമാണെന്ന് നമുക്കറിയാം. അതിന് പ്രത്യേകമായി അടിസ്ഥാനമായിരിക്കുന്നത് മതമാണ്. തീവ്രവാദത്തിന് പിന്നിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂലോകമൊക്കെയും. ഭൂലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഭരണകൂടങ്ങളെ പിടിച്ചുലയ്ക്കുന്നത് മതത്തിന്റെ പേരിലുള്ള തീവ്രവാദങ്ങളാണ്. അത് നിമിത്തം മനുഷ്യനെ കൊന്നു മുടിക്കുന്നു. വർഗവർണ്ണങ്ങളുടെ പേരിൽ മനുഷ്യനെ അറുത്തു മുടിക്കുന്നു. അത് നിമിത്തം പാലായനങ്ങൾ ഉണ്ടാകുന്നു. പല സമൂഹങ്ങളും അവരുടെ രാജ്യങ്ങൾ വിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും ചേക്കേറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദാരിദ്ര്യം കുമിഞ്ഞുകൂടുന്നു. അരിഷ്ടാവസ്ഥ നിറഞ്ഞ ഒരു ജനസമൂഹം സൃഷ്ടിക്കപ്പെടുന്നു. തലമുറകൾ അതെ പകപോക്കലിന് വേണ്ടി ആയുധ
ആയുധങ്ങൾ എടുക്കുന്ന ഒരു അനുഭവങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ. അത് നിമിത്തം എവിടെയും അരാജകത്വവും അരിഷ്ടിതാവസ്ഥയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറകളൊക്കെ ഏത് രാജ്യത്ത് പോയാലും സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള യൂറോപ്യൻ യൂണിയനുകൾ പോലുള്ള രാജ്യങ്ങൾ സുരക്ഷിതമെന്നും അവിടെ സമ്പന്നമെന്നും കരുതി നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും ഒക്കെ ആ രാജ്യങ്ങളിലേക്ക് ചേക്കേറി. എന്നാൽ ഇന്ന് അവിടുത്തെ സ്ഥിതിഗതികളിലേക്ക് നിങ്ങൾ നോക്ക്. വളരെ ഭയാനകരമായ അവസ്ഥയിലാണ്. തെരുവുകളിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. അത് ഏത് നിമിഷവും ആക്രമണങ്ങളും കൊള്ളിയും കൊലവയ്പും നടക്കുന്ന ഒരു സമൂഹമായി സമാധാനപൂരിതമായി യൂറോപ്യൻ രാജ്യങ്ങൾ മാറി. അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മാറി. എന്തുകൊണ്ട്? അവർ സമ്പന്നരല്ലേ, അധികാരങ്ങളില്ലേ. അവിടുത്തെ ഭരണകൂടങ്ങളും അവിടുത്തെ അധികാരങ്ങളും അതിന് സുരക്ഷിതത്വം പകരുന്നതല്ലേ. ഒരിക്കൽ സുരക്ഷിതത്വം എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ഇന്ന് അരിഷ്ടിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞു. അതിന് പിന്നിൽ തീവ്രവാദമാണ് അതിന് പിന്നിലെ മെയിൻ ഘടകമെന്ന് നാം പറയാതെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലും സുരക്ഷിതത്വം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഓർപ്പിക്കുക. എവിടെ നിങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടും? അത് ഊന്നിപ്പറയുവാൻ കൂടിയാണ് ഈ സന്ദേശം കൈമാറുന്നത്, പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ സമൂഹം നേരിടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ലഹരിയുടെ അതിപ്രസരണ നിമിത്തം തലമുറകൾ കൈവിട്ടു പോകുന്നു. അല്പസന്തോഷത്തിന് രുചിച്ചു നോക്കുന്നു. പിന്നെ അവനെ അതൊരു കരാളകസമായി ദഹിപ്പിച്ച് അവനെ കരവിടയിൽ ഒതുക്കിക്കളഞ്ഞ് അവനെ മനുഷ്യരൂപം മാറ്റി പ്രാകൃത ജീവിയാക്കി മാറ്റി മൃഗതുല്യനായി ചിന്താഗതികളിലേക്ക് അവനെ തള്ളിവിട്ട് പൈശാചികതയിലെ ആൾരൂപമായി തലമുറകൾ മാറുന്നത് കാണാം. അപ്പനെ തലക്കടിച്ചു കൊല്ലുന്നു, അമ്മയുടെ കഴുത്തറുത്തു കൊല്ലുന്നു, പെറ്റ തള്ളയെ ചവിട്ടി അതേ താഴെയിടുന്നു. സമൂഹത്തിലേക്ക് നോക്കിയാൽ അരിഷ്ടിതാവസ്ഥ നിറഞ്ഞു നിൽക്കുക. എന്റെ വീട്ടിൽ അതില്ല എന്നായിരിക്കും പലരും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അതില്ല എന്നായിരിക്കും പലരും പറയുന്നത്. എന്നാൽ പത്രമാധ്യമങ്ങളിലും മുഖപുസ്തകങ്ങളിലും സോഷ്യൽ മീഡിയകളിലും നാം കാണുന്ന വാർത്ത അതിവിദൂരമല്ലാതെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഭവനങ്ങളിലും ചേക്കേറുവാൻ കാത്തിരിക്കുകയാണെന്ന് മറന്നു പോകരുത്. ഇന്നലകളിൽ അകലെ സംഭവിച്ചത് ഇന്ന് അയൽവക്കങ്ങളിൽ സംഭവിച്ചു തുടങ്ങി. അയൽവക്കങ്ങൾ സംഭവിച്ചത് നാളെ നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, ഈ സന്ദേശം പ്രസക്തമാണ്. അത് നിങ്ങളുടെ കാതുകൾക്ക് ഇമ്പം മാത്രമല്ല, അത് ഏത് ബുദ്ധിയോടെ കേട്ടാലും, വിരുദ്ധ ചിന്തയോടെ അനുകൂല ചിന്തയോടെ ഏത് രീതിയിൽ കേട്ടാലും ഇത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്ന് പറയുവാനാ ഊന്നി പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർപ്പിച്ച് വളരെ വേഗത്തിലങ്ങ് പോകാം. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചാർലി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ ദേശത്തിന്, ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സന്ദേശം കൈമാറി ആയിരക്കണക്കിന് ഹൃദയങ്ങളെ, യൗവനങ്ങളെ സ്വായത്തമാക്കിയ ഒരു സഹോദരൻ. അതെ, 3500-ൽ പരം ക്യാമ്പസുകളെ കീഴടക്കിക്കൊണ്ട് യുവാക്കളുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ച അനുഗ്രഹീതമായ മൂല്യത്തെ പറ്റി, സാമൂഹിക മൂല്യത്തെ പറ്റി, കുടുംബ ജീവിതത്തെ പറ്റി, സാമ്പത്തിക അച്ചടക്കത്തെ പറ്റി, മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യതയെ പറ്റി, മനുഷ്യനും ദൈവവുമായുള്ള ആത്മബന്ധത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ജനതയെ നേരിലേക്ക് നയിക്കുവാൻ വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച 31 വയസ്സുള്ള യൗവനക്കാരനെ, നിഷ്കരണം ഒരു യൗവനക്കാരൻ വെടിവെച്ചു കൊന്ന വാർത്ത ലോകമാധ്യമങ്ങളിലൊക്കെയും കേട്ടു. പലരും ഹൃദയഭേദകമായി അതിനെ കണ്ടു. അതേ, സമൂഹത്തിന് വേണ്ടി നന്മയെ ഉയർത്തിക്കാണിച്ച ആ യൗവനക്കാരനെ മരിക്കുവാൻ അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുവാൻ കാരണമായി തീർന്നത് ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നില്ല. 22 വയസ്സുള്ള സാമൂഹിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തിൽ, ഭക്തിയുള്ള കുടുംബത്തിൽ വളർന്നു വന്ന ഒരു യൗവനക്കാരൻ, അവന്റെ 20ാമത്തെ വയസ്സിൽ അവനൊരു ക്യാമ്പസിലേക്ക്, ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിനായി പോയി. ആ യൂണിവേഴ്സിറ്റിയിലെ 1.5 വർഷക്കാല പഠനത്തിന്റെ ഇടയിൽ അവന്റെ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുത്ത, പ്രൊഫസർമാർ പകർന്നു കൊടുത്ത, സ്നേഹിതർ പകർന്നു കൊടുത്ത ആശയങ്ങൾ അവനെ സാമൂഹിക തിന്മയ്ക്ക് പ്രേരകമാകുന്ന നിലയിൽ ഒരു ആന്റി സോഷ്യലിസ്റ്റിലേക്ക് അവന്റെ മനസ്സിനെ തിരിച്ചു കളയുവാൻ, സാമൂഹിക വിരുദ്ധതയിലേക്ക് അവനെ മറിച്ചു കളയുവാൻ തപ്പോണം അവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ മാറ്റുവാനിടയായി. 20 വയസ്സുവരെ അതേ രാജ്യസ്നേഹമുള്ള അപ്പന്റെ അതേ ആ കുടുംബത്തിൽ അച്ചടക്കത്തോടെ വളർന്ന ആ ചെറുപ്പക്കാരൻ പഠനകാലങ്ങളിൽ അവന്റെ മനസ്സ് തിരിച്ചു. അത് നിമിത്തം അവൻ അന്തർമുഖനായി തീർന്നു. അതേ, അവൻ പ്രതികാരദാഹമുള്ളവനായി, നന്മകളെ പറയുന്നവനെ ചുട്ടുകൊല്ലുവാനുള്ള മനോഭാവം അവന്റെ ഹൃദയത്തിൽ മൊട്ടിട്ട് വരുവാനിടയായി തീർന്നു. അത് നിമിത്തം അവന്റെ മനസ്സിൽ മനോമുഖരങ്ങളിൽ തോന്നിയ ഒരു വൈകൃതത്തിന്റെ ക്രൂരമായ ഭാവമാണ് പ്രതിഫലിച്ചത്. അങ്ങ് അകലെ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അതേ നന്മയെ സുവിശേഷിച്ച മനുഷ്യന്റെ അതേ കഴുത്തിലേക്ക് സ്വന്തം വെടിവെച്ച് അദ്ദേഹത്തെ തീർത്തു കളയുവാനുള്ള പ്രേരകമായി തീർന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തലമുറകളെ എത്ര സുരക്ഷിതമായിട്ടാണ് വളർത്തുന്നതെങ്കിലും അവർ പോകുന്ന സമൂഹങ്ങൾ, അവർ പോകുന്ന കോളേജുകൾ, അവർ പോകുന്ന പഠന മേഖലകളൊക്കെയും സുരക്ഷിതമല്ല എന്ന് പറയുവാനാ. ഒരു കാലഘട്ടങ്ങളിൽ കലാലയവും ഗുരുക്കന്മാരും നമുക്ക് വിലപ്പെട്ടവരായിരുന്നു. മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാലഘട്ടം മാറി. ഗുരുക്കന്മാരിന്ന് വൈകൃതം നിറഞ്ഞ മത തീവ്രവാദങ്ങളെ കുത്തിയേൽപ്പിക്കുന്നവരും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന 100 പേരെ പറ്റിയല്ല പറയുന്നത്. അപൂർവമായി ചിലരെങ്കിലും ക്യാമ്പസുകളിൽ ഉണ്ട് എന്ന് മറന്നു പോകരുത്. അതെ, സർപ്പവിഷമുള്ള പൈശാചിക മനോഭാവമുള്ള ചില അധ്യാപകരുണ്ട്. അവർ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് പകർന്നു വിടുന്ന, അല്ലെങ്കിൽ സർപ്പവിഷമേന്തുന്ന പൈശാചിക മനോഭാവമുള്ള സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് പകർന്നു വിടുന്ന വിഷലിപ്തമായ ആശയങ്ങളാണ്
അവരെ പ്രതികാരദാഹികളാക്കി സാമൂഹിക തിന്മയുടെ ഉറവിടമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കരുത് വീട്ടിൽ പാവങ്ങളായിരുന്നു, അവരെങ്ങനെ അവരുടെ സ്വഭാവം മാറിമറിയുന്നു. അതാ ഞാൻ പറഞ്ഞത്, പിന്നിലെ കാര്യം എത്ര നന്നായി വളർത്തിയാലും ഈ സമൂഹത്തിന്റെ തിന്മകൾക്ക് കൂട്ടാളികളായി നമ്മുടെ തലമുറ പോകാതിരിക്കേണ്ടതിന് നമുക്ക് ചെയ്യേണ്ട ചില കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറകൾ അതെ ഇന്ന് ഈ പ്രഭാഷണത്തിന് കാരണമായിരിക്കുന്ന വിഷയത്തിന്റെ ആശയത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ലോകം നേരിടുന്ന ഈ ലഹരിയുടെയും തീവ്രവാദത്തിന്റെയും സാമൂഹ്യ മൂല്യച്യുതികളുടെയും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്ന് വിമോചനത്തിന് ഒരൊറ്റ മാർഗം, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതിനെപ്പറ്റി വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം നൽകിയ ഒരേ ഒരു നാമത്തെ പറ്റി, കർത്താവായ യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യകുലത്തിന്, ലോകത്തിൽ പിറന്ന ഏതു മനുഷ്യനും രക്ഷയ്ക്കായി പിറന്ന ഒരേ ഒരു നാമത്തെ പറ്റിയാണ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു. അതെ, യേശുക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ മതദൈവമല്ല, അവൻ മാനവരാശിയുടെ രക്ഷകൻ എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. അവനെ മതത്തിന്റെ വേലിക്കെട്ടുകളിൽ ഒതുക്കുവാൻ ചില ക്രിസ്തീയ സമൂഹങ്ങൾ ശ്രമിച്ചുവെങ്കിലും ആ മതത്തിന്റെ വേലിക്കെട്ട്, ക്രിസ്തീയ മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്താണ് ക്രിസ്തു എന്ന രക്ഷകൻ. അതെ, ലോകം അവനെ ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് പറയുവാൻ, പൈശാചിക ശക്തികൾ അവനെ ക്രിസ്ത്യാനിയുടെ മതദൈവം എന്ന് പറയുവാൻ ആഹ്വാനം ചെയ്ത് അതിനുവേണ്ടി മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് തിന്മ പകർന്നു കൊടുക്കുമ്പോൾ എനിക്കിവിടെ നിന്ന് അസന്നിഗ്ധമായി പറയാൻ കഴിയും, ഏത് കുലത്തിൽ പിറന്നവനായിരുന്നാലും ഏത് മനുഷ്യനായി പിറന്ന സകല മനുഷ്യനും ഒരേപോലെ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം, ഒരേപോലെ രക്ഷക എന്ന് വിളിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അതാണ് കർത്താവായ യേശുക്രിസ്തു. വിശുദ്ധ ബൈബിൾ ആധികാരികമായി പറയാ, അവൻ വിളിച്ചു പറയുക, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമാണെന്ന്. അതെ, യേശുക്രിസ്തു മാത്രമാണ് വഴിയും സത്യവും ജീവനും. ഞാൻ പറയുന്ന ഈ പദത്തിനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങളുള്ളത്, ഞാൻ മാത്രം എന്ന് പറയുന്നത്. കാരണം വിശുദ്ധ ബൈബിൾ അനിഷേധ്യമായി പറഞ്ഞിരിക്കുക, അടിവരയിട്ട് ഓർപ്പിക്കുക, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാനുള്ള ഏക നാമം കർത്താവായ യേശുക്രിസ്തു. മറ്റൊരു നാമത്തിനും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഇഹലോകത്തിന്റെ വിശുദ്ധന്മാരിലോ ഇഹലോകത്തിന്റെ ദിവ്യ ശക്തികളുടെ പേരിലോ പ്രപഞ്ച ശക്തികളിലോ ഒന്നും ആശ്രയിച്ചാൽ മനുഷ്യരാശിക്ക് വിടുതലുണ്ടാകുകയില്ല. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളാണല്ലോ സകലതും, ദൈവം ചമച്ചതാണല്ലോ സകലതും, അവനെ കൂടാതെ ഉളവായതല്ലോ ഒന്നും. അതെങ്ങനെയാകിയാൽ അവന്റെ സൃഷ്ടികളെയോ അവന്റെ സൃഷ്ടിപ്പുകളെയോ ആരാധിക്കുകയല്ല, സൃഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് മനുഷ്യന് മേൽ ദൈവമാക്കി വെച്ചത്. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഇന്ന് പകൽ ആ രക്ഷകനായ ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവും ഭൗതികവുമായ വ്യതിയാനമാണ് നിങ്ങൾക്കുണ്ടാകുന്ന സമാധാനം, നിങ്ങൾക്കുണ്ടാകുന്ന സമ്പന്നത, നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൽ ആശ്രയിക്കുന്ന യാതൊന്നിനും മനുഷ്യനെ വിടുവിപ്പാനോ ഉദ്ധരിപ്പാനോ കഴിയുകയില്ല എന്ന് അടിവരയിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. വിശുദ്ധ ബൈബിൾ ഇപ്രകാരം കർത്താവ് വിളിച്ചു പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതെ, ഞാനല്ലാതെ മറ്റൊരു രക്ഷയ്ക്കായി മറ്റൊരു മാർഗമില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു ആക്ഷേപനായി അനിക്ഷേപനായി ഉയർത്തി പറയുകയാണ്. ലോകത്തിന്റെ 7 വൻകരകളിൽ പാർക്കുന്ന ഏത് വിഭാഗങ്ങളിൽപ്പെട്ട സമൂഹത്തിനും ഏത് സമയവും കടന്നു ചെല്ലുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം, രക്ഷയ്ക്കായുള്ള ഒരേ ഒരു നാമം. അതിന് നേർച്ച കാഴ്ചകൾ വേണ്ട, അതിന് പുണ്യകർമ്മ വേണ്ട, അതിന് നിങ്ങളുടെ തീർത്ഥയാത്രകൾ വേണ്ട, ദേഹദണ്ഡനങ്ങൾ വേണ്ട, ആചാരാനുഷ്ഠാനങ്ങളില്ലാതെ ഹൃദയ നുറുക്കത്തോടെ ഒരുവൻ വിളിച്ചാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, അതെ, തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾക്ക് അവൻ സമീപസ്ഥന, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു. ആ നല്ല രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിത ചരിത്രത്തെ മാറ്റുവാൻ, നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ ഇടയാക്കി തീർക്കുമെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് പകലിലും ശത്രു മനുഷ്യ ഹൃദയങ്ങളിൽ സുവിശേഷത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതെ ഇറിറ്റേഷൻ സൃഷ്ടിക്കും. സുവിശേഷം എന്ന് പറയുന്നത് ദിവ്യ വെളിച്ചമായതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾക്ക് അതിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയത്തില്ല. അന്ധകാരത്തിന്റെ ശക്തികൾ എന്നും സുവിശേഷത്തെ കെട്ടടക്കുവാനും സുവിശേഷത്തിന് വിരോധമായി ഉയരുമ്പോൾ അതെ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു പറയുക, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരാം, ഇരുളിൽ നിന്ന് വിമോചനം തരാം, ഞാൻ നിന്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളെ മാറ്റാം, ഞാൻ നിന്റെ കഷ്ടതകളെ മാറ്റാം, ഞാൻ നിന്റെ കണ്ണുനീരുകളെ മാറ്റാം, ഞാൻ നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ കരകയറ്റാം, നിന്റെ ജീവിതത്തിന്റെ നിരാശകളെ മാറ്റാം. മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ആക്ഷേപനായി ഞാൻ ഓർപ്പിക്കും. അതെ, മനുഷ്യ ഹൃദയത്തെ തിന്മ കൊണ്ട് നിറച്ച് പ്രതികാരദാഹിയാക്കി അതെ ദൈവ ശബ്ദത്തെ എതിർക്കുന്ന സ്വരമാക്കി മനുഷ്യനെ ലോകത്തിന്റെ ഏത് വൻകരകളിൽ തീർത്തിട്ടുണ്ടെങ്കിലും അത് ദുഷ്ടാത്മസേനയാണ്, ദുരാത്മ ശക്തിയാണ്, ഇരുട്ടിന്റെ വ്യാപാരങ്ങളാണെന്ന് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ ഓർത്തുകൊള്ളണം. എന്നാൽ നിന്റെ ജീവിതത്തിന് സ്വാതന്ത്ര്യം തരുവാനും സമാധാനം തരുവാനും കഴിയുന്ന ഏക സ്വരമാണ് കർത്താവായ യേശുവിന്റെ.
ഇന്ന് പകൽ ലോകരക്ഷിതാവായ ക്രിസ്തു ഈ ദേശത്ത് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ ധന്യരാക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് വിമോചനം തരട്ടെ. തലമുറകളെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തിന് സമാധാനം വരുത്തട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ലോകത്തിന് സമാധാനം കാക്ഷിക്കുന്നുവെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുവിനെ ഉള്ളിൽ രക്ഷകനായി സ്വീകരിക്കുക. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ കുപ്പക്കയത്തിൽ നിന്ന് കരകയറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ദുരിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാ. നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നത്തിന്റെയും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാ. ആ യേശുവിലേക്ക് വരുവാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അതെ, ഹൃദയങ്ങളെ തുറന്നുകൊണ്ട്, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, അവിടുന്ന് എന്റെ വാക്കുകളെ കർത്താവെ കൈക്കൊണ്ടണമേ, അവിടുന്ന് നീ എന്റെ ഉള്ളിലേക്ക് വരണമേ, അവിടുന്ന് എന്റെ ഉള്ളങ്ങളിൽ കർത്താവിൻ നാഥനുമായി വാഴണമേ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്നൊന്ന് ക്ഷണിക്കുക. വിശുദ്ധ ബൈബിളിലെ റോമാലേഖനത്തിന്റെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ കഴിയും. ഞാൻ പാപിയാണെന്നും കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷണിച്ചാൽ അവന് ദൈവമൈതലായി തീരാം. അങ്ങനെ ദൈവമക്കളായി തീരുന്ന പ്രിയമുള്ളവർക്ക് ഈ ഭൂമിയിലും ശ്രേഷ്ഠകരമായ ഒരു ജീവിതവും നിത്യതയിൽ സ്വന്തം മരണമില്ലാത്ത ശാശ്വതവാസവും ജീവന്റെ പുസ്തകത്തിൽ അവർ പേരുകളെ എഴുതി ചേർക്കുവാനിടയായി തീരും. പെന്തിക്കോസ്തുകാരൻ എന്ന നാമോദയമല്ല കിട്ടുന്നത്, ക്രിസ്ത്യാനി എന്ന നാമോദയമല്ല കിട്ടുന്നത്, ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരും. അതെ, ഈ ലോകത്ത് മാനവരാശിയുടെ പിറവിക്ക് സ്വന്തം ആ പിറവിയുടെ അർത്ഥം പൂർത്തീകരിക്കണമെങ്കിൽ രക്ഷിതാവിനെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി നിത്യജീവൻ ഉടമകളായി തീരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ദേശത്തെ അനുഗ്രഹിച്ച എന്റെ സഹപടൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷൈലോ അവരുകൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കായി കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുക. അങ്ങയുടെ അഭിഷിക്ത ദാസനിൽ കൂടെ ദേശത്തോട് വിളിച്ചു പറഞ്ഞ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, സന്ദേശ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശ്രദ്ധിച്ച ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും ഭവനങ്ങൾ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ സ്വർഗീയ സമാധാനത്താൽ ഭവനങ്ങളെ നിറയ്ക്കണമേ. ഏതെങ്കിലും മാതാപിതാക്കൾ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവേ, ഞങ്ങളുടെ ശക്തി ആ തലമുറകളുടെ മേൽ വ്യാപരിക്കണമേ. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. അങ്ങ് തൊട്ടവരും സൗഖ്യമായിട്ടുണ്ട്. യേശുവിന്റെ ശരീരത്തിലെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട സ്ത്രീയുടെ നാളുകളായ രോഗത്തിന് ഭേദം വന്നുവെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ സൗഖ്യമാക്കണമേ. ആത്മീകമായ പാപത്തിൻ്റെതായ എല്ലാ രോഗത്തിൽ നിന്നും ദേശത്തെ വിടുവിക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ. അത്ഭുത പ്രകാശത്തിലേക്ക് ദേശം സഞ്ചരിപ്പാനിടയാകട്ടെ. വിശുദ്ധ ബൈബിളിൽ വിളിച്ചു പറയുന്ന പോലെ സെബൂലൂൻ നഫ്താലി പ്രദേശങ്ങളിൽ ഒരു വലിയ വെളിച്ചം കണ്ടു. ആ ദേശത്തുള്ളവർ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് നടന്നുവെന്ന് പറയപ്പെടുന്നത് പോലെ ഈ ദേശം ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ശബ്ദം കേട്ടിരിക്കൊണ്ട് ഈ ദേശം വിടുവിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളോട് കൂടിയിരുന്നു, ഇത്രത്തോളം അനുഗ്രഹിച്ചു. തുടർന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. ദൂതന്മാരുടെ പരിപാലനം ഉണ്ടാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദേശത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ശബ്ദവരിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ മാന്യ സ്നേഹിതരോടുമുള്ള നന്ദി ഒരു വാക്കിൽ കൂടെ വീണ്ടും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പ്രദേശത്തേക്ക് കടന്നു പോകുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഭയം വേണ്ട, ശങ്ക